നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളോടവർ ഹൈഡ് ചെയ്യുന്ന ഫീൽ എന്താണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഇമോഷൻ, അവരുടെ ഇമോഷൻസ് ഏത് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്, എന്താണ് അവർ ഇമോഷണലി കണക്റ്റ് ചെയ്യുന്ന കാര്യമെന്നുമാണ് കേട്ടോ. നിങ്ങളിത് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, ഏത് രീതിയിലായിരിക്കണം നിങ്ങളുടെ ബന്ധം, അതിലെത്രത്തോളം സന്തോഷവും സമാധാനവും എല്ലാം നിറയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തെ നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതി ചേർക്കുക. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് അഫർമേഷൻസ് എന്ന് പറയുന്ന കാര്യം എഴുതുന്നത്. അത് എഴുതുന്ന അനുസരിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ കൂടുതൽ വളരെ ശക്തമായിട്ട് കണക്റ്റ് ചെയ്തെടുക്കുകയും അത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, റിയാലിറ്റി ആയിട്ട് തീരുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാനിഫെസ്റ്റേഷൻ എനർജി തന്നെയാണ് ഈ അഫർമേഷൻസ്. അത് ഏറ്റവും പവർഫുള്ളായ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ലൈഫിൽ സ്വപ്നം കാണുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. കൂടാതെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ പേഴ്സണൽ റീഡിങ്സിന് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ സംഭവിച്ചത്, നോ കോണ്ടാക്റ്റ് വരാനുള്ള കാരണം, നിങ്ങൾക്കിടയിൽ ബ്ലോക്കേജ് വന്നതിൻ്റെ കാരണം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ കാരണം, അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്താണ്, കറൻറ്റ്ലി ഇനി എന്താണ് വരാൻ പോകുന്നത്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് മറുപടി ലഭിക്കും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്സ് എടുത്താൽ. ആവശ്യമുള്ളവർ മാത്രം ആ ഒരു കാര്യം ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു, പക്ഷേ പുറമേ അവരുടെ എനർജി നിങ്ങൾ കാണുന്നതാണോ അവരുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. വളരെ ശക്തമായ ഇമോഷണൽ പെയിൻ എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ശരിക്കും അവർ വിലപിക്കുന്നൊരവസ്ഥയാണ്. അവർക്ക് നഷ്ടബോധം കൊണ്ട് അല്ലെങ്കിൽ തെറ്റു പറ്റിയതോർത്തിട്ട് അവർ വല്ലാതെ വിലപിക്കുന്ന ഒരു ഫീലിങ്സ് എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് അവരോട് തന്നെ ഒരു മടുപ്പും വെറുപ്പും ദേഷ്യവും എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. അവർ സ്വയം പറയുന്നത് അവരുടെ ഒരു ജന്മം ശപിക്കപ്പെട്ട ജന്മമായിപ്പോയി, ഇതുപോലൊരു ജന്മം എനിക്ക് വേണ്ടായിരുന്നു എന്നുപോലും അവർ സ്വയം പറയുന്ന ഒരവസ്ഥയിലൂടെയാണ് കറൻറ്റ്ലി അവർ കടന്നു പോകുന്നത്. കാരണം പശ്ചാത്താപവും കുറ്റബോധവും എല്ലാം നിറഞ്ഞ് കൂട്ടത്തിൽ നിരാശയും കൂടി അവരെ ശക്തമായിട്ട് പിടികൂടിയിരിക്കുന്ന ഒരു സ്ട്രോങ് ആയ ഒരു കർമ്മയിലാണ് അവർ നിൽക്കുന്നത്. 4 വശത്ത് നിന്ന് അവരെങ്ങോട്ട് തിരിഞ്ഞാലും അവർക്കവിടെയെല്ലാം നഷ്ടങ്ങളുടെയും പെയിൻ എനർജിയുടെയും ലോസിൻ എനർജിയുടെയും ഫീലിങ്സ് മാത്രമാണ് കാണാനുള്ളൂ. ഒരു ഡാർക്ക് ലൈഫിലാണ് അവരിപ്പം നിൽക്കുന്നത്. ശരിക്കും അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ്, അവരുടെ സോൾ എനർജിയാണ് നമ്മൾ ആ കാണുന്നത്. ഭ്രാന്തമാകുന്ന ഒരു വിലപിക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ഈ കറൻറ്റിലി കടന്നു പോകുന്നത്. എല്ലാം മനസ്സിലാക്കും തോറും കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ദൃഢത കിട്ടുമ്പം, എല്ലാ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അവരിലേക്ക് അറിവ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവരുടെ ലൈഫിൽ അവർ നോക്കുമ്പം പച്ച പിടിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ അവർക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല. അവരെ സംബന്ധിച്ച് അവർ സ്വയം ശപിക്കുന്ന, സ്വയം കുറ്റപ്പെടുത്തുന്ന, സ്വയം അവരോട് തന്നെ അവർക്ക് ദേഷ്യവും വിരോധവും വെറുപ്പും എല്ലാം ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ്. ശരിക്കും അവർ ഹെൽത്ത് ഇഷ്യൂ നല്ല പോലെ നേരിടുന്നുണ്ട് കേട്ടോ. കാരണം അവർ ഉറങ്ങുന്നില്ല,
അവർ കഴിക്കുന്നില്ല, അവർ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല, അവർക്ക് ചുറ്റുമുള്ള ഒരു നല്ല കാര്യങ്ങളും അവർ കാണുന്നില്ല. ശരിക്കും അവരുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു മരുഭൂമിയെക്കാളും വരണ്ടുണങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മക്കളെ. കാരണം അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയ, അപ്പോൾ അവർക്ക് സംഭവിച്ചു പോയ, അവർ വിശ്വസിച്ച പല കാര്യങ്ങളും അവർക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയിലാണ്. ശക്തമാകുന്ന ചില ചതികൾ അവർ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ കറൻറ്റിലി ഉണ്ട്. അവർക്ക് വേദനയല്ലാതെ, മുറിവുകളല്ലാതെ, മുറിപ്പാടുകളല്ലാതെ അവർക്ക് അവിടെ നിന്നൊരു സമാധാനപരമാകുന്ന ഒരു സിറ്റുവേഷൻസും അവരിപ്പോൾ കറൻറ്റിലി എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നുള്ളതിനകത്ത് 100% നമുക്ക് ഉറപ്പ് പറയാം കേട്ടോ. അവരെ സംബന്ധിച്ച് അവർ ഓരോ നിമിഷവും ചിന്തിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് താഴ്ന്ന് അവരുടെ മുന്നിൽ നിന്നിട്ടുണ്ടാവാം, അവരോട് പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ യാചിച്ചിട്ടുണ്ടാവാം, നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ച, അപമാനിച്ചൊരു എനർജി വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അവരെ കറൻറ്റിലി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ആ ഓരോ നിമിഷങ്ങളും, നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന ഓരോ നിമിഷങ്ങളും അവരുടെ ഓർമ്മയിൽ ഇങ്ങനെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വിരഹവേദനയിൽ അവർ പുളയുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ശരിക്കും ഈ ഒരു എനർജികൾ കണക്റ്റഡ് ആയ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ നഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അവരുടെ ജീവിതത്തിൽ. അവരെവിടെയൊക്കെ ചെന്നു തൊട്ടിട്ടുണ്ടോ അവിടെ എല്ലാം അവർക്ക് തിരിച്ചടികളാണ് കിട്ടിയിരിക്കുന്നത്. അവർക്കൊരിടം പോലുമില്ല സന്തോഷകരമായൊരു ഓർമ്മ പങ്കുവെക്കാനെന്നുള്ളതാണ് കറൻറ്റിലി അവരുടെ ആ ഒരു ഇമോഷൻസിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ അവരതെല്ലാം ശക്തമായിട്ട് ഇത്രയും വലിയ ഒരു സ്ട്രഗിൾ എനർജീനെ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടി പുറത്തേക്ക് വരാം. പക്ഷേ എന്നാലും അവർ മാക്സിമം ഹൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് തന്നെ ഒരു റോങ് ആണ് എന്നവർ സ്വയം വിലയിരുത്തുകയാണ്. ഞാൻ ഒരു റോങ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരുന്നു എന്ന് ഈ ഒരു പേഴ്സൺ സ്വയം വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അവരിൽ കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ഇമോഷൻസ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കോൾ ചെയ്താലോ, കോണ്ടാക്റ്റ് ചെയ്താലോ, ഒരു മീറ്റപ്പ് എനർജി ക്രിയേറ്റ് ചെയ്താലോ, നിങ്ങളിലേക്കൊന്ന് തിരിച്ചു വരാൻ പറ്റിയാലോ, ഒരു കപ്പ് ഓഫ് ലവ് നൽകിയാലോ എന്നെല്ലാം ആഗ്രഹം ശക്തമായിട്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. കൂടാതെ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത പേഴ്സണെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളോട് ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്തിരുന്നു. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നിങ്ങളെ ശക്തമായിട്ട് എതിർക്കുകയും അപമാനിക്കുകയും നിങ്ങളെ വലിയൊരു ബൗണ്ടറി ഇട്ട് നിങ്ങളുടെ മുന്നിൽ അവർ വളരെയധികം ആഘോഷപൂർവ്വം കടന്നുപോയ സമയങ്ങൾ, ശരിക്കും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിപ്പിച്ച സമയങ്ങളെല്ലാം ഈ ഒരു എനർജിയുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളെ നിർത്തിക്കൊണ്ട്, അവരുടെ ലൈഫിൽ നിങ്ങളെ നിർത്തിക്കൊണ്ട് ഇവർ ബൗണ്ടറി തീർത്ത് നിങ്ങളുടെ വേദന, നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിള്, നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ ആസ്വദിച്ച എനർജി വരെ നമുക്ക് ഈ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു മനസ്സാക്ഷിയും നിങ്ങളോട് ഈ ഒരു വ്യക്തി കാണിച്ചിരുന്നില്ല എന്നുള്ളതിന് 100% ഉറപ്പാണ്. ഇന്ന് അവരെ സംബന്ധിച്ച് ഒരു റിസ്ക് എടുക്കണമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിന് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് വന്ന് നിൽക്കുന്നുണ്ട്. അവർ എഫോർട്ട് എടുക്കണം. ഒരു സമയത്ത് അവർ എഫോർട്ട് എടുക്കാതെ നിങ്ങളെ കുരങ്ങ് കളിപ്പിച്ച പോലെ, നിങ്ങളെ വെറുതെ ഇട്ട് കളിപ്പിച്ച അവസ്ഥയിൽ നിന്നും ഇന്ന് അവരെ സംബന്ധിച്ച് നിങ്ങളോട് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ റിലേഷനെ ഒരു അൺഹെൽത്തി ആയിട്ട് കണ്ട വ്യക്തിക്ക് ഇപ്പോൾ ഹെൽത്തി റിലേഷൻ പോലെ ഫീൽ ചെയ്യുന്നു. ഒരു പക്ഷേ അതൊരു ജഡ്ജ്മെൻറ്റിങ് ആണ് കേട്ടോ. അതൊരു നിയമം പോലെ നിൽക്കുകയാണ് കേട്ടോ. അവർ ചെയ്തതിൻ്റെ ഫലം അവരനുഭവിക്കുക എന്നുള്ള ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ റിലേഷനിൽ ഒരു റീബർത്ത് എനർജിയുടെ സിറ്റുവേഷൻസ് ഉണ്ട്. റീബർത്ത് എനർജിക്കുള്ള ചാൻസ് ഉള്ള ബന്ധം തന്നെയാണ്.
കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്കിടയിൽ ബ്ലോക്കാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിലാണ് ആ ഒരു വ്യക്തി. ഇൻഡിസിഷൻ എനർജി ഉണ്ട്, സ്റ്റക്നെസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, ഉൾഭയമുണ്ട്. എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള ഒരു സാഹചര്യം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നു എങ്കിലും ഈ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിങ്ങനെ എപ്പോഴും ഒരു കടൽ പോലെ ഇരമ്പി നിൽക്കുകയാണ്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ല. എന്താവും, എന്ത് സംഭവിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളിലുണ്ട് എങ്കിൽ പോലും ആഗ്രഹമുണ്ട്, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അറിയാൻ, നിങ്ങളോട് ഇച്ചിരി സമയമാണെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവരിൽ തന്നെ അത് സ്റ്റക്കാക്കിയാണ്. അവർ തന്നെ അവരെ പിടിച്ച് നിർത്തുന്ന ഒരു എനർജിയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെ സ്റ്റാർട്ടിങ് ചെയ്യും, എങ്ങനെ ഇതിനകത്ത് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ള ഒരു ഭയം അവരെ വല്ലാതെ പിടിച്ചിങ്ങനെ പിന്നിലേക്ക് വലിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പാസ്റ്റ് തന്നെയാണ് ഈ ഒരു കൺഫ്യൂഷൻ എനർജിക്ക് കാരണം. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളൊരു കംഫർട്ട് സോണിലാണ്, ഇപ്പം നിങ്ങൾ സേഫായി എന്നുള്ളൊരു ചിന്തയും അതിനകത്തൊരു ജലസി കൂട്ടിയെടുക്കുന്നതിനും കാരണമാകുന്നുണ്ട്. എന്താണെങ്കിലും സ്തംഭന അവസ്ഥയാണ് ഈ വ്യക്തിയുടെ കറൻറ്റ് ഇമോഷൻസ്. ഹൈഡിങ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, പക്ഷേ സ്തംഭന അവസ്ഥയാണ്. റിജക്റ്റ് ചെയ്തതൊക്കെ ഓർക്കുമ്പം ഒരു സമയത്ത് നിങ്ങൾ പലവട്ടം ഈ വ്യക്തിയെ ഫോക്കസ് ചെയ്തപ്പോഴൊക്കെ ഒരു പക്ഷേ ഇതിനകത്തൊരു വിവാഹമെന്ന് പറയുന്ന ആഗ്രഹങ്ങളൂടി കണക്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻസും, അല്ലെങ്കിൽ വിവാഹപരമാകുന്ന റിലേഷനെ കണക്റ്റ് ചെയ്ത സിറ്റുവേഷൻസും കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ കപ്പ് ഓഫ് ലവ് ഈ ഒരു വ്യക്തിയിലേക്ക് കൊടുത്തിട്ടും ആ പേഴ്സൺ അപ്പോഴെല്ലാം ഒരു മടിയുമില്ലാതെ നിങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതെ, നിങ്ങൾക്ക് വിലയില്ലാത്തൊരു വ്യക്തിയെപ്പോലെ ഈ ഒരു പേഴ്സൺ കണ്ടിരുന്നു. കാലം ചേഞ്ചായി, സമയം മാറി. ആ ഒരു സാഹചര്യത്തിലൂടെ പോയ ആ ഒരു അവസ്ഥയിൽ നിന്നും കറൻറ്റിലി ഇപ്പോൾ കാര്യങ്ങൾ ചേഞ്ച് ആവുകയാണ്. തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ശരി തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവായിട്ട് നിന്നിരുന്ന പല സിറ്റുവേഷൻസും മാറി പോസിറ്റീവായ തിരിച്ചറിവിൻ്റെ പാത വരുന്നു. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ മറ്റാരൊക്കെയോ നിങ്ങളെ കണക്റ്റ് ചെയ്ത് ഈ വ്യക്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. നാളെ ഇതിന് ഫലം അനുഭവിക്കുമെന്നുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ടാവാം. ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. എന്താണെങ്കിലും മറ്റാരൊക്കെയോ ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്ന ഒരു എനർജിയും നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു, ഓവർ തിങ്കിങ് ചെയ്യുന്നു. 24 hours നിങ്ങളുടെ ഓർമ്മകളിൽ ഈ ഒരു വ്യക്തി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ആളെ സംബന്ധിച്ച് കംഫർട്ട് സോണിലാണ്, വലിയ പ്രശ്നങ്ങളില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മനസ്സുകൊണ്ട് വളരെയധികം ബന്ധനാവസ്ഥയാണ്. കർമ്മയെ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് വളരെ ഭയം തോന്നിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കയ്യും കണ്ണും കെട്ടി ഒരു ചലനമറ്റ അവസ്ഥയിലാണ് ഈ വ്യക്തിയുടെ സോളിൻ്റെ എനർജി. അതായത് ഉള്ളിലൊരു ഒരിക്കലും സമാധാനമില്ലാത്തൊരവസ്ഥ, എപ്പോഴും ഇങ്ങനെ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, റിപ്പീറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പുറമെ ആൾ വളരെയധികം കംഫർട്ടാണ്, ഓക്കെയാണ്. പക്ഷേ മനസ്സുകൊണ്ട് സോൾ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു രീതിയിലും സമാധാനമില്ലാത്തൊരു ഭ്രാന്തമാകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നൊരു കുറ്റബോധം. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് പറയുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്ത ആളുകളുടെ വാക്കുകൾക്ക് ഈ ഒരു പേഴ്സൺ പ്രാധാന്യം കൊടുത്തു എന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം വളരെയധികം സ്വയം ശപിച്ച് പറയുന്ന ഒരവസ്ഥയിലേക്ക്, സ്വയം ചിന്തിക്കാതെ പ്രവർത്തിച്ചു എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്.
എന്താണെങ്കിലും ഇപ്പോൾ ആ പേഴ്സണെ സംബന്ധിച്ച് കൺട്രോളിംഗ് ഉണ്ട്, വിൽ പവർ എനർജി ഉണ്ട്, പക്ഷേ കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാതെ എങ്ങോട്ടേക്ക് പോകണം, മുന്നോട്ടേക്കുള്ള യാത്ര എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയെ പിടിച്ച് ഇങ്ങനെ ഉലയ്ക്കുന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇമോഷണൽ അബണ്ടൻസ് ആണ് ജീവിതത്തിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. മനസ്സമാധാനമാണ് ജീവിതത്തിൽ വേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു തോട്ട്സ്, ഒരു പുതിയ തുടക്കം, ചീറ്റിംഗ് ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം, ഇതെല്ലാം ഈ ഒരു വ്യക്തിയിൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പം ഒരു റീയൂണിയൻ എനർജിയെക്കുറിച്ച് ആഴത്തിൽ ആഗ്രഹിക്കുന്ന, ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധ്യമാവണമെന്ന് ഈ ഒരു പേഴ്സൺ, അതായത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു എന്താ പറയുക, വല്ലാതെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടൊരവസ്ഥ, വിശ്വാസമില്ലാത്ത ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിന്തകളാണ്. തേർഡ് ഐ ചക്രയുടെ ബ്ലോക്കേജ് വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തിയിലുണ്ട്. കാരണം ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ, അതായത് മനസ്സിലിങ്ങനെ ഒരു തീ ഇങ്ങനെ ആളിക്കത്തുന്ന ഒരവസ്ഥ, ഒരു എരിച്ചിലാണ് ആ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം. സമാധാനമില്ല, ആഗ്രഹമുണ്ട്, ആക്ഷൻ എടുക്കണം, കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം, ജീവിതം ചേഞ്ച് ആക്കണം, കുറച്ച് പാഷൻ എനർജിയൊക്കെ ഉണ്ട്, ലൈഫിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം, എല്ലാം ഉണ്ടെങ്കിലും മനസ്സിനത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എന്തോ ഒരു അദർശ്യ ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി അവരെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു ഫീലിങ്സ് അവരിലുണ്ട്. അതുകൊണ്ട് ഇമോഷണലി അവർക്കൊരു സംതൃപ്തി ഇല്ല. ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ. ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പം അത് ശക്തമാകുന്ന ഡിപ്രഷൻ അല്ല കേട്ടോ മക്കളെ, ജസ്റ്റ് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു എന്താ പറയുക, ഒരു മൗനം അല്ലെങ്കിൽ ഒരു നിസ്സഹായതയുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ എല്ലാത്തിനോടും നമുക്ക് തോന്നുന്ന ഒരു മടുപ്പ്, ഈ ഒരു എനർജിയിലൂടെയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ആൻസൈറ്റിയാണ്, ഉത്കണ്ഠയാണ്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ്ങിലൊന്നും ആക്ഷൻ എടുക്കാൻ ധൈര്യമില്ലായ്മ, അതായത് വരട്ടെ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത്. എന്താണേലും ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി ഉണ്ട്. ആ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയതും അത് തിരിച്ചു വേണമെന്നുള്ള ആഴത്തിൽ ഒരു ആഗ്രഹവുമാണ് അവരെ സംബന്ധിച്ച്. അവരുടെ ആ ഒരു പെയിൻ, ഹാർട്ട് ബ്രോക്കൺ എനർജിയുടെ പ്രസൻസ് നമുക്ക് കാണുന്നത്. അവർ ചീറ്റിംഗ് ചെയ്തു എന്നുള്ളത് അവർ കുറ്റം സമ്മതം പോലെ അവരുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ അവർ സമ്മതിക്കുന്നുണ്ട്. സിറ്റുവേഷൻസൊക്കെ മോശമാക്കിയത് അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ ചിന്തകൾ കൊണ്ടാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. കൺഫ്യൂഷനാണ് ഇതിനെല്ലാം കാരണക്കാരനെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. മനസ്സുകൊണ്ട് മാത്രമല്ല, അവരതിന് വേണ്ടിയിട്ട് മെൻ്റലിയൊക്കെ അവർ റെഡി ആകുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും, കുറച്ചൊന്ന് എന്താ പറയുക, പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും അവർ ശക്തമായിട്ട് ഉറച്ച തീരുമാനം എടുക്കണമെന്നൊക്കെ ഉള്ളത് തന്നെയാണ് അവർ ഹൈഡ് എനർജിയിൽ വെച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങളെ തിരിച്ചറിഞ്ഞു അവർ കേട്ടോ. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു നിസ്സാരമായ രീതിയിൽ കാണേണ്ടതല്ലായിരുന്നു എന്നവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കറണ്ട് ടൈമിങ്, അതായത് കാലം ചേഞ്ച് ആയപ്പോൾ, സമയം ചേഞ്ച് ആയപ്പം കാര്യങ്ങളെല്ലാം ചേഞ്ചായി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവരുടെ കറൻറ്റ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, അട്രാക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഭ്രാന്ത് പിടിക്കുന്ന ഒരു അട്രാക്ഷൻ എനർജിയാണ് നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ, ഒരിക്കൽ ഇതൊന്നും പൊരുത്തപ്പെട്ടു പോകില്ല. ഒരുപാട് കുറ്റങ്ങൾ കണ്ടെടുത്ത് നിന്നും ഇന്ന് അവരെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റിവിറ്റി കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. നെക്സ്റ്റ് ഒരു പറഞ്ഞില്ലേ, ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടിയേ പറ്റൂ. എൻ്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും പ്രഷ്യസ് ആയത് ഇന്ന കാര്യമാണ്, അതൊരിക്കലും ഇനി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു സ്ട്രോങ് ചിന്തയാണ് ഇമോഷണലി നമുക്ക് കാണാൻ പറ്റുന്നത്. പേജ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്.
കർമ്മ ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, കർമ്മ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കർമ്മയുടെ ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ ഒരു മാറ്റത്തിന് കാരണം. അതായത് സമയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ടൈം ആയിരിക്കാം, ആ വ്യക്തിയുടെ ടൈം ആയിരിക്കാം. അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ വരെ ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അവരെ പേടിക്കണം, ഇവരെ പേടിക്കണം, ആ തടസ്സം, ഈ തടസ്സം എന്നൊക്കെ ചിന്തിച്ച വ്യക്തിക്ക് ഇപ്പം അതൊന്നും ഒരു തടസ്സമേ അല്ല, അൺകണ്ടീഷണലാണ്. അതായത് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ, ആ ഒരു വ്യക്തി ഇല്ലാതെ ഇനി എനിക്ക് മുന്നോട്ടേക്ക് ഒരു അടി പോലും നടക്കാൻ പറ്റില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, എനിക്കൊരു ലൈഫ് ഇല്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ആ ഒരു പേഴ്സൺ മാറുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും, നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തിയെ വിട്ടു പോകില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഇമോഷണൽ ഹാപ്പിനെസ്. ആ വ്യക്തി മനസ്സുകൊണ്ട് സ്വയം വിചാരിക്കുന്നത് എത്ര സമയമെടുത്താലും, എന്തൊക്കെ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ തന്നെ ഫോക്കസ്ഡ് ആണ്. ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു പ്രാധാന്യം, ആ ഒരു വാല്യൂ ഒരിക്കലും നിങ്ങൾ എടുത്തു മാറ്റുകയില്ല. നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ പേഴ്സണെ ഒഴിവാക്കില്ല എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതായിട്ടുമാണ് ഇമോഷണൽ ഫീലിങ്സ് നോക്കുന്ന ഒരു ട്വിൻ ഫ്ലെയിം ജേണി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പ്ലസ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്, ഒരു പൂർവ്വജന്മ ബന്ധത്തിൻ്റെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.